പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നമ്മൾ ചുരിദാറിന് എങ്ങനെയാണ് അളവ് എടുക്കുന്നത് എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ എടുത്ത അളവ് എങ്ങനെയാണ് നമ്മൾ ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി ഏതാണെങ്കിലും ഒരുപാട് ചുക്കി ചുളിഞ്ഞ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുക്കാൻ. കാരണം നമ്മുടെ അളവൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ വെട്ടാൻ ഉദ്ദേശിക്കുന്ന തുണി. ഈ തുണി ആയിരിക്കുമല്ലോ നമ്മൾ വെട്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ ചുരിദാർ വെട്ടാൻ വേണ്ടി തുണിനെ ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. രണ്ടാക്കി നമ്മൾ ഫോൾഡ് ചെയ്യുക. തുണിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് എല്ലാം പിടിക്കണേ. മുക്ക് മൂല എല്ലാം കറക്റ്റ് ആയിട്ട് പിടിക്കണേ. രണ്ടാക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ ചുരിദാറിന്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആയി. ഇതിപ്പോ രണ്ട് പോർഷനായി തുണി ഇങ്ങനെ ഇട്ടപ്പോ. ഇനിയിപ്പോ നമ്മൾ ചുരിദാറിന് ഇങ്ങനെ എടുത്തിട്ടാണല്ലോ അളവെടുത്തത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തുണീനെ ഇങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ നാലാക്കിയിട്ട് നമ്മൾ ഈ തുണിനെ മടക്കി. അപ്പൊ ഇനി നമ്മൾ എടുത്ത അളവ് ഇങ്ങനത്തെ നമ്മളിപ്പോ എടുത്ത ചുരിദാറിന്റെ ഇതിപ്പോ നമ്മൾ ചുരിദാറാണ്. നമ്മുടെ ചുരിദാർ എടുത്തത് ഇങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇത് പാർട്ട് 2 ആണ്. അപ്പൊ ഇതിന്റെ പാർട്ട് 1 കാണാതെയാണ് ഈ വീഡിയോ ആരെയും കാണുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ എടുത്ത ലെങ്ത്തിന് ഇങ്ങനെ എടുത്ത അളവിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ നമ്മൾ ഇങ്ങനെ 10 ഇഞ്ചാണ് എടുത്തെങ്കിൽ നമ്മൾ അതിന്റെ 5 ഇഞ്ചാണ് നമ്മൾ തുണിയിൽ വെട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വെട്ടാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ തുണീനെ ഇങ്ങനെ മടക്കി നാലാക്കി ഇട്ടു. ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം. ഷോൾഡർ എത്രയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോൾഡറിന്റെ അളവ് എടുത്തായിരുന്നു. അത് 15 പ്ലസ് അര ഇഞ്ച് 15.5 ഇഞ്ചാണ്. 15 കറക്റ്റ് ഷോൾഡർ. അര ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പാണ്. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അര ഇഞ്ച് എടുക്കാതെ ഒരു 3/4 ഇഞ്ച് എടുക്കണം. കാരണം എന്തെങ്കിലും കാരണവശാൽ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുകയും ചെയ്താൽ നിങ്ങളുടെ അത് നിങ്ങൾ ഇപ്പോൾ അത് കഴുത്ത് അടിക്കുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ വിട്ട് അതായത് കഴുത്തിന്റെ അകലം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ 15.75 നിങ്ങളുടെ ഇപ്പൊ എന്റെ 15 അറിയണം എക്സാക്ട് കറക്റ്റ് ആയിട്ടുള്ള അളവ്. അപ്പൊ അത് ഞാൻ വെട്ടുമ്പോ 15 വെട്ടുമ്പോ തയ്യൽ തുമ്പും കൂടെ കൂടിയിട്ടാ പറഞ്ഞത് അര ഇഞ്ച്. അപ്പൊ നിങ്ങൾ വെട്ടുകയാണെങ്കിൽ അരയ്ക്ക് പകരം 3/4 എടുത്ത് വെട്ടണം. ഇപ്പൊ ഞാൻ എന്റെ 15.5 ആണ്. 15.5 നമ്മൾ കറക്റ്റ് ഇതിനകത്ത് എടുത്ത് വെട്ടത്തില്ല. 15.5 നമ്മുടെ ഫുൾ ലെങ്ത് ആണ്. ഇങ്ങനെയുള്ള കഴുത്തിന്റെ വീതിയാണ്, ഫുൾ ആയിട്ടുള്ള വീതിയാണ്. അപ്പൊ 15.5 നമ്മൾ എന്ത് ചെയ്യണം? 15.75 എടുക്കാം. അതിന് നമ്മൾ ഈ ടേപ്പിന് രണ്ടാക്കി ഫോൾഡ് ചെയ്യണം. രണ്ടാക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഈ അളവില്ലേ, ഈ അളവ് ഇതേപോലെ ഈ ചുരിദാറിലേക്ക് വെക്കുക. ഈ എൻഡ് മുതൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തു പറഞ്ഞുകൊണ്ട്, പക്ഷെ അത് വീഡിയോ ആ സമയത്ത് ക്ലോസ് ആയിരുന്നു. അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുക. ഇപ്പൊ നമ്മുടെ കറക്റ്റ് അകലം ഷോൾഡർ കിട്ടി. ഇതാണ് നമ്മുടെ ഷോൾഡർ. ഇവിടെ ഒരു വര വരച്ചു കൊടുക്കണേ. ഇനി നെക്സ്റ്റ് അളവ് വരും നമ്മുടെ ആം ഹോൾ. നമ്മുടെ കൈ വെട്ടാൻ പോവാണ് കേട്ടോ. നമ്മുടെ ആം ഹോളിന്റെ അളവാണിത്. നമ്മുടെ ആം ഹോൾ വെട്ടാൻ പോവാണ്. ആം ഹോൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, ചുരിദാറിന്റെ. ഇനി അടുത്ത് നമ്മൾ വെട്ടാൻ പോകുന്നത് ചുരിദാറിന്റെ ഈ ഭാഗം, നമ്മുടെ ഈ കൈക്കുഴി. കൈക്കുഴിയാണ് വെട്ടാൻ പോകുന്നത്. കൈക്കുഴി ഇനി നമ്മൾ വെട്ടാൻ പോവാണ്, മാർക്ക് ചെയ്യാൻ പോവാണ്. കൈക്കുഴി വന്നിരിക്കുന്നത് 5.5 ഇഞ്ച്. നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ വെച്ച് പിടിച്ചിട്ട് 5.5 എന്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണണേ. അപ്പൊ 5.5 ഇഞ്ച്. അപ്പൊ നമുക്ക് 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 5.5 കറക്റ്റ് 5.5 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഷോൾഡറും ഈ കൈക്കുഴിയും കൂടെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഒരു എൽ ഷേപ്പ്, ഒരു ബോക്സ് പോലെ ആക്കണം. ഒരു ബോക്സ് പോലെ ഒരു എൽ ഷേപ്പില് ഇങ്ങനെ ഞാൻ ഈ വരച്ചതുപോലെ ഒരു എൽ ഷേപ്പിൽ നിങ്ങൾ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലേ? ഇങ്ങനെ ഒരു എൽ ഷേപ്പില് വരച്ചിടുക. ഇനി അടുത്ത് നമുക്ക് വേണ്ട അളവ് നമ്മൾ സ്ലീവിന്റെ ലെങ്ത്തും സ്ലീവിന്റെ റൗണ്ടൊക്കെ നമുക്ക് സ്ലീവ് വെട്ടാൻ നേരത്ത് പറഞ്ഞുതരാവേ. അത് ഇതിനകത്ത് പറയുന്നില്ല. അത് ഞാൻ സ്ലീവ് സെപ്പറേറ്റ് ഇത് കഴിഞ്ഞിട്ട് സ്ലീവ് ഞാൻ വെട്ടുന്നത് എങ്ങനെ പറഞ്ഞുതരാം. ഇനി അടുത്തത് നെക്കും അതേപോലെ. നെക്കും സ്ലീവും നമ്മൾ സെപ്പറേറ്റ് തുണിയിലാണ് വെട്ടുന്നത്. കാരണം നെക്ക് നമ്മൾ ഇതിൽ വെട്ടിക്കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇത് വെട്ടാൻ പറ്റായിക്കില്ല, പറ്റും. ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാന് സെപ്പറേറ്റ് തുണിയില് ഒരു ക്രോസ് കട്ട് പീസിലോ ഒക്കെ നമുക്ക് കഴുത്ത് വെട്ടിയിട്ട് ഇതിലേക്ക് വെച്ച് ഇതിനകത്ത് വെച്ച് തയ്ക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഭംഗിയും വൃത്തി. അപ്പൊ അത് കാണിച്ചത് എങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് റൗണ്ട്.
നെക്ക് കഴിഞ്ഞു, ചെസ്റ്റ് റൗണ്ട്. ചെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് ഇങ്ങനെയുള്ളതാണ് ചെസ്റ്റ് റൗണ്ട്. ചെസ്റ്റ് റൗണ്ട് നമ്മള് 19.5 ഇഞ്ച്. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയുടെ ഫുള്ളാണ് പറയുന്ന റൗണ്ട്. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് 19 ഇഞ്ചിന്റെ ടേപ്പ് ഇവിടെ വെക്കുക. 19 ഇഞ്ചിന് ടേപ്പ് വെച്ചിട്ട് ഈ ടേപ്പ് വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇതിന്റെ കൂടെ കൂട്ടിയിട്ടില്ല കേട്ടോ. ഇത് എക്സാക്ട് ചെസ്റ്റിന്റെ ആണ്. ഇത് 19. അപ്പൊ 19 ഇഞ്ച് ടേപ്പ് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ അവിടെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഈ 19 ഇഞ്ചിന് മാർക്ക് ചെയ്തു കണ്ടല്ല. ഇങ്ങനെ 19 എല്ലാം ഒറിജിനൽ ആയിട്ടുള്ള തയ്യൽ തുമ്പ് കൂടാതെ ഒറിജിനൽ ആയിട്ടുള്ള അളവുകൾ ഇങ്ങനെ ഇതേപോലെ മാർക്ക് ചെയ്യാം. 19 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്ന ഷേപ്പ് റൗണ്ട്. ഷേപ്പ് റൗണ്ട് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ ബോഡി പിടിച്ചിട്ട് നിങ്ങളുടെ ബോഡിയുടെ ആംപോൾ കർവിൽ എൻഡ് ചെയ്ത ഭാഗമായി നിങ്ങളുടെ കഷത്തിന്റെ അവിടെ ടേപ്പിന്റെ 1 എന്നുള്ള സ്ഥലം വെച്ചിട്ട് നിങ്ങളുടെ ബോഡിന്റെ ഷേപ്പ് എവിടെ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ. കൈ കൊണ്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയും ബോഡി ഷേപ്പ്. അവിടെ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അളവെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ 9 ഇഞ്ചാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കും തോന്നുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ എടുത്താൽ മതി കേട്ടോ, ലെങ്ത് അറിയാനായി. അതായത് ഇവിടെ ഈ ഡിസ്റ്റൻസ് ചെസ്റ്റ് ഇവിടുത്തെ ഈ ചെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഷേപ്പ് റൗണ്ട് വരുന്നത് ഇവിടെ നമുക്ക് ചിലപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെയാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് സ്വന്തം നമ്മൾ തയ്ക്കുന്നെങ്കിൽ നമ്മുടെ ഓൺ ബോഡിന്ന് ടാപ്പ് നമ്മുടെ കഷത്തിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കഷത്തിന്റെ മുകളിൽ ഇവിടെ വെച്ചിട്ട് ടേപ്പ് ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ഷേപ്പ് വരുന്നത് എവിടെയാണ്. അപ്പൊ എന്റെ ഇത് വരുന്നത് 9 ഇഞ്ച്. ഇവിടെയാണ് എന്റെ ഷേപ്പ് വരുന്നത്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്യും ഇവിടെ. ഈ എന്റെ ഷേപ്പിന്റെ അകലം വരുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ഷേപ്പ് എത്രയാ നമ്മുടെ ഷേപ്പ് റൗണ്ട് വരുന്നത്? ഷേപ്പ് റൗണ്ട് അല്ല, ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ നല്ല അളവെടുത്തത്. അപ്പൊ അത് വരുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ചാണ് എന്റെ ഷേപ്പ് റൗണ്ട് വരുന്നത്. ഷേപ്പർ അല്ല, ഷേപ്പ് റൗണ്ട്. 16 + 16 ഷേപ്പ് റൗണ്ട്. ഷേപ്പ് വരുന്നത് 16 ഫ്രണ്ട് ഭാഗം. അപ്പൊ അതിനെ ഞാൻ ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ച് എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മള് ഇതേപോലെ അളവെടുക്കണം. എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇവിടെ ഷേപ്പ് മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് സ്ലിറ്റ് റൗണ്ട്. സ്ലിറ്റ് റൗണ്ട് വരുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ താഴെ ആയിരിക്കും സ്ലിറ്റ് റൗണ്ട് വരുന്നത്. ഇനിയിപ്പോ നമ്മൾ അത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ചുരിദാർ എടുത്തിട്ട് എവിടെയാണ് സ്ലിറ്റ് വരുന്നത് എന്നുള്ളത് ചുരിദാർ എടുക്കുക. ചുരിദാർ എടുത്തു കഴിഞ്ഞിട്ട് ഈ ചുരിദാറിന്റെ സ്ലിറ്റ് വരുന്നത് എവിടെയാ ആ ലെങ്ത് നോക്കുക. ഈ ചുരിദാറിന്റെ ഈ കഷത്ത് ആമ്പോളുടെ എൻഡില് ടേപ്പ് വെക്കുക. നമ്മുടെ സ്ലിറ്റ് വരുന്നത് എവിടെയാ ഇതില് ചുരിദാറിൽ നമ്മൾ അളവെടുത്ത ചുരിദാർ സ്ലിറ്റ് വരുന്നത്. ഇതിന്റെ സ്ലിറ്റ് നമ്മൾ കഷത്തിന്റെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടം വരെ നോക്കി. അപ്പൊ കറക്റ്റ് 13 ഇഞ്ചാണ് എന്റെ വരുന്നുണ്ട്. 13 ഇഞ്ച് വരുന്നുണ്ട്. 13 ഇഞ്ച്. അപ്പൊ അതുപോലെ നമ്മൾ അളവെടുക്കുക, ഇവിടെ കൊണ്ട് വെക്കുക, എന്നിട്ട് ഇവിടെ വെക്കുക. അപ്പൊ 13 ഇഞ്ചിന്റെ ഇവിടെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് വെക്കും നമുക്ക് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മൾ സ്ലിറ്റ് വണ്ണം വരുന്നത് എത്രയാണ്? എന്റെ 21ആണ്. അപ്പൊ 21ആണ് നമ്മുടെ ഒരു ഭാഗത്തെ വരുന്നത്. അപ്പൊ 21നെ എന്ത് ചെയ്യാ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കാം. ഇനി റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഇവിടെ സ്ലിറ്റ് വരുന്നത്. ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. ഇനി എന്ത് ചെയ്യാം, നമ്മളിപ്പോ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. കാണുന്നുണ്ട്, നമ്മൾ മാർക്ക് ചെയ്തല്ലോ. ചോക്ക് മാറ്റിട്ട് മാറ്റിയട്ടെ. നമ്മൾ മാർക്ക് ചെയ്തത്, നമ്മളെ മാർക്കിങ് ഇവിടെയാണ് വരുന്നത്. അതായത് ചെസ്റ്റ്, നമ്മുടെ ഷേപ്പ്, നമ്മുടെ സ്ലിറ്റ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത സംഭവങ്ങളെ ഒന്ന് യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് കിട്ടും നല്ല ഷേപ്പ് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും. നമ്മൾ യോജിപ്പിക്കുക. ഇപ്പോഴും നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അളവാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല, ശ്രദ്ധിക്കണേ. അപ്പൊ ഒന്ന് ഞാൻ യോജിപ്പിക്കുവാണേ. വല്ല സ്കെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വല്ലതും ഞാൻ യോജിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ടാപ്പ് ഉണ്ടെങ്കിൽ ടാപ്പ് വെച്ചിട്ട് യോജിപ്പിച്ചാൽ മതി.
ഇപ്പൊ ഒരു ഷേപ്പില് കിട്ടി, നിങ്ങൾക്ക് മനസ്സിലാവുന്നു, കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു ഷേപ്പില് കിട്ടിയിട്ടുണ്ട്, നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഷേപ്പില്, ചുരിദാറിന്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒക്കെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.5 ഇങ്ങനെ ഒരു 1.5 മാർക്ക് ചെയ്യാം. കേട്ടോ, മാർക്ക് ചെയ്ത് കേട്ടോ. ഇതാണ് തയ്യൽ തുമ്പ്, ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. നമ്മുടെ ഒറിജിനൽ സ്റ്റിച്ചിങ് ഇവിടെ വരും, ഇത്രയും നമുക്ക് തയ്യൽ തുമ്പ് വരും. അപ്പൊ നമ്മൾ വെട്ടുന്നത് ഈ കട്ടിങ്ങിലായിരിക്കും നമ്മൾ വെട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് താഴത്തെ സ്ലിറ്റിന്റെ അവിടെ വെട്ടിക്കൊടുക്കാം, അല്ല മാർക്ക് ചെയ്തിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം. കറക്റ്റ് ഉള്ളിലുള്ള മെറ്റീരിയൽ ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ വെട്ടുമ്പോൾ മിസ്റ്റേക്ക് വരും. ഇനിയിപ്പോ ഒന്നുമില്ല, സ്കെയിൽ ഇങ്ങനെ പിടിക്കുക. ഈ നമ്മളിവിടെ സ്ലിറ്റ് ഓൾറെഡി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ സ്കെയിൽ പിടിക്കുക. തയ്യൽ തുമ്പിന്റെ നമ്മുടെ ഒറിജിനൽ അളവിന്റെ അവിടെയല്ല സ്കെയിൽ വെക്കേണ്ടത്, നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ വെട്ടിയിട്ടില്ലേ, വരച്ചിട്ടില്ലേ, അതിന്റെ അവിടെ സ്കെയിൽ വെക്കുക. കറക്റ്റ് ആയിട്ട് വളയാതെ കറക്റ്റ് ആയിട്ട് താഴേക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ എന്തായി, നമ്മുടെ ടോപ്പ് നമുക്ക് ഓക്കെ, ടോപ്പ് കറക്റ്റ് ആയില്ല, വെയിറ്റ് പറയാം. ഏകദേശം ഒരു ടോപ്പിന്റെ പണി കഴിഞ്ഞു. ഈ കയ്യും വെട്ടണം, കഴുത്തും വെട്ടണം, അത്രയും. ഇനി നമ്മളിപ്പോ ഇവിടെ റിഗാള്, അവിടെ ഞാൻ പറഞ്ഞു നിർത്തി. റിഗാള് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടേ ഉള്ളൂ അല്ലെ, എൽ ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടേ ഉള്ളൂ, നമ്മൾ വെട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ടേപ്പില് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട്, 1/2 ഇഞ്ച് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ കോർണറിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക, 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഈ കൈക്കുഴി വെട്ടാം. കൈക്കുഴി വെട്ടുന്നത് എങ്ങനെയാ, ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വരയില്ലേ, അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ വരയിലൂടെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഈ റൗണ്ട് ഇങ്ങോട്ട് ഈ വരയിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെട്ടിയെടുക്കാൻ പോകും. ഇനി വെട്ടുന്ന എങ്ങനെയാണ് കാണിച്ചത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ടിന്റെ പണി. ബോഡി പാർട്ടിന്റെ പണി കഴിഞ്ഞു. ഷോൾഡർ നമ്മൾ അളവെടുത്ത് വെട്ടി, റിഗാൾ വെട്ടി, ഷേപ്പുകളൊക്കെ രേഖപ്പെടുത്തി, 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ട്. ഇനി നമ്മൾ വെട്ടാൻ പോകുന്നത് ഈ സീം അലവൻസ് കൂടി നമ്മൾ വെട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ വെട്ടാം, എങ്ങനെ വെട്ടുന്നത് കാണിച്ചു തരാം. കറക്റ്റ് ഈ കോർണറിൽ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ചില്ല, അതുകൊണ്ട് ആ കോർണർ നമ്മൾ എൽ ഷേപ്പിൽ വെട്ടിയെടുക്കരുത്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ, ഈ ഭാഗത്തുമ്പോൾ ഇവിടുന്ന് ഒരു കർവ് കൊടുക്കണം, ഒരു ചെരിവ് കൊടുക്കണം. ഒരു ചെരിവ് ഇങ്ങനെ കൊടുത്തിട്ട് ഈ ലൈനിലേക്ക് നമ്മൾ ആ ചെരിവ് യോജിപ്പിക്കണം. ഒരു യു ഷേപ്പിൽ ഈ വരേനും ഈ വരേനും തമ്മിൽ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതായത് നമ്മൾ കൈക്കുഴിയാണല്ലോ, എൽ ഷേപ്പിൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഒരു യു ഷേപ്പിൽ ഈ 2 വരേനും ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വര വരയ്ക്കുക. വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ വെട്ടാം. ഇനി നമുക്ക് തയ്യൽ തുമ്പിൽ വെച്ചിട്ട് വെട്ടിയെടുക്കാം. നമ്മുടെ ടോപ്പിന്റെ ഏകദേശം ഒരു ആയി, നമ്മുടെ ടോപ്പായി. ഇനിയിപ്പോ നമുക്ക് കൈ ജോയിൻ ചെയ്യാനും കഴുത്ത് വെക്കാനും ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ടോപ്പായി, ഓൾമോസ്റ്റ് നമ്മുടെ ടോപ്പിന്റെ വെട്ടിക്കഴിഞ്ഞു. നമ്മൾ ടോപ്പ് കണ്ടോ, ഷേപ്പിന്റെ അവിടെ വെട്ടി. ഇനി അടിയൊക്കെ നമുക്ക് മടക്കി അടിക്കാൻ നേരത്തെ കറക്റ്റ് ചെയ്യേണ്ടിയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ കൈ വെട്ടാം. കൈ എങ്ങനെ വെട്ടുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിന്റെ പണി വെക്കാം. ഇനി കൈയും വെട്ടാം, കഴുത്തും നമുക്ക് വെട്ടാം. ഇപ്പൊ ബിഗിനേഴ്സിന് വേണ്ടി സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പേപ്പറിൽ ആദ്യം കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഇതിപ്പോ നമ്മളൊരു തുണി എടുത്തു, ഇതാണ് ഇപ്പൊ നമ്മൾ സ്ലീവ് വെട്ടാനുള്ള ഒരു തുണി എടുത്തു. ഇതിപ്പോ ഒരു 1/2 മീറ്റർ ഉണ്ട്, ഒരു 1/2 മീറ്റർ തുണി എടുത്തു. ഈ തുണിയെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം, ഇങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കണം. മടക്കുമ്പോ ഇവിടെ കണ്ടോ, ഇവിടെ ജോയിന്റ്, ഇവിടെ ഓപ്പൺ ആയിട്ടൊരു ഭാഗം വരുന്നുണ്ട്, ഇവിടെ ജോയിന്റ് ആയിട്ടൊരു ഭാഗം വരുന്നുണ്ട്. ഇങ്ങനെ ജോയിന്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കും എപ്പോഴും കൈയുടെ ഈ വശം, ഇങ്ങനെയുള്ളത് ഈ വശം. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം എപ്പോഴും എവിടെ വരണം, കൈയിന്റെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യത്തില്ലേ, ഈ ജോയിൻ ചെയ്ത ഭാഗം വരണം. പിന്നെ അത് ഞാൻ കാണിച്ചതാ. പിന്നെ അപ്പൊ എന്നിട്ട് നമ്മൾ കൈ വെട്ടാൻ പോവാണ്. കൈ വെട്ടാൻ നമ്മൾ അറിയാത്തവർ എന്ത് ചെയ്യണം, ബിസിനസ് ആയി എന്ത് ചെയ്യണം, ആദ്യം കൈ എടുത്തിട്ട് പഴയ നമ്മള് അളവ് ടോപ്പ് എടുത്തിട്ട് അതിന്റെ കൈ നമുക്ക് അളവ് നോക്കാം എത്രയുണ്ട് എന്നുള്ളത്. അവിടെ ഇങ്ങനെ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ അളക്കുക.
ഇപ്പൊ എന്റെ കൈ വരുന്ന 7 ഇഞ്ച് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, 7 ഇഞ്ച് ഇവിടെ ഒന്ന് 7.5 കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 7ന്റെ കൂടെ ഒരു 8.5 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്കും ഒന്ന് മാർക്ക് ചെയ്യുക, ഇങ്ങോട്ടേക്കും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു ബോക്സ് പോലെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ കൈയിന്റെ മോൾവശം വരിക, ഇത് താഴെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗം വരിക. അപ്പൊ ഈ ഭാഗമാണ് നമ്മള് ഡ്രസ്സ് നമ്മുടെ ചുരിദാറിനോട് ബോഡി പാർട്സിനോട് ജോയിൻ ചെയ്യുന്നത്, ഈ ഭാഗമാണ്. അപ്പൊ നമ്മൾ കൈ സ്ലീവ് വെട്ടുന്നത് മെയിൻ ആയിട്ടുള്ള ഇവിടെ ഒരു ഷേപ്പ് വരും, ഇവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ വരും ചെരിഞ്ഞിട്ട്. ആ ഷേപ്പ് കറക്റ്റ് ആയിരിക്കണേ. അപ്പൊ അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ടെൻഷൻ ആവാനൊന്നുമില്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് പക്ഷെ ഇത്രയും ഇല്ല കേട്ടോ, അത് പേപ്പറിലായതുകൊണ്ട് ഞാൻ വരച്ച് കാണിക്കുകയാണ്. ഇത്രയും വരത്തില്ല. ഇത് നമ്മുടെ ഒരു ഭാഗത്തെ അളവാണ്, ഒരു ഭാഗത്തെ അളവ്. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്തിരിക്കുമ്പോ 2 ഭാഗവും ഉണ്ടല്ലോ നമുക്ക്. ഞാൻ കാണിച്ചത് എങ്ങനെയെന്ന്. ഇതിപ്പോ നമ്മൾ എടുത്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ കൈന്റെ നീളം നോക്കണം. നീളം എത്രയായിരുന്നു എന്റെ കൈന്റെ? 5 ഇഞ്ചായിരുന്നു എന്റെ നീളം. 5 പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. അപ്പൊ 5.5 5 അപ്പൊ 5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ആദ്യം ഇവിടുന്ന് ഞാൻ 5 മാർക്ക് ചെയ്തു, പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ ഇതാണ് എന്റെ ഒറിജിനൽ കൈ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ കൈനെ ഇങ്ങനെ ജോയിൻ ചെയ്യണം, ഇങ്ങനെ 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 ഒരു കർവ് ഇങ്ങനെ ഷേപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മുടെ കൈ ആയി. ഇനി ഇത് മടക്കി അടിക്കാനുള്ള ആ ഒരു ഇതാണ്. അപ്പൊ നമ്മള് വെട്ടുമ്പോ ഈ എക്സാക്റ്റ് ആയിട്ടല്ല വെട്ടേണ്ടത്, ഈ വര ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. ഇത് ജോയിൻ ചെയ്ത് പോയി, ഇവിടെ കുറച്ച് ജോയിൻ ചെയ്ത് പോകും, താഴെയും ജോയിൻ ചെയ്ത് പോകും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് എടുത്ത് ആക്കിയത്. ഇനി വെട്ടി കാണിച്ചത് എങ്ങനെ. ഇനി വെട്ടുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുത്ത് വെട്ടണേ. ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുത്ത് ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വെട്ട് കൊടുക്കുക. കൈ ഇങ്ങനെ, ഇത്രേ ഉള്ളൂ കഴിഞ്ഞു. ഇതാണ് കൈ. ഇതാണ് കൈ. സ്ലീവ് കിട്ടി. പിന്നെ നമുക്ക് ഇവിടെ ഒരു വെട്ടും കൊടുക്കാം. നമുക്ക് അങ്ങനെ ഒപ്പം ഈ സൈഡ് സെന്റർ തന്നെ പിടിച്ചിട്ട് വെട്ടാൻ വേണ്ടി കുത്തി കൊടുക്കാം. ഇപ്പൊ സ്ലീവായി നമ്മുടെ കൈ. അതിന് നമുക്ക് ഇവിടെ മടക്കി അടിക്ക് വരും. മടക്കി അടിക്കൽ ഇവിടെ പോകും, ഇവിടെ ജോയിന്റ് പോകും. അപ്പൊ നമ്മുടെ കൈ കറക്റ്റ് നമുക്ക് കൈ കിട്ടും. കറക്റ്റ് ആയിട്ട് നമ്മുടെ കൈ നമുക്ക് കിട്ടും. ഞാനിത് പേപ്പറിൽ വെട്ടാൻ കാരണം ഞാൻ തുണിയിലേക്ക് വെട്ടുന്നത് ഈ ലെങ്ത് അല്ല, കൈ 3/4 ഇഞ്ചാ കൈ വെട്ടുന്നത്. അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഒന്ന് കൈ, പിന്നെ ഇവിടെ ജോയിന്റ് പോകും, ഇവിടെ കൈ രണ്ടും ഇങ്ങനെ കൈ രണ്ടും ഇവിടെ മടക്കി അടിക്കും. ഇങ്ങനെ മടക്കി അടിച്ച് പോകും, ഇവിടെ ജോയിന്റ് പോകും. ഇങ്ങനെ വരും കൈ, കൈയുടെ ഷേപ്പ്. ഇവിടെ ഈ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടണം. അതാണ് നമ്മുടെ കൈയുടെ ഷേപ്പ്. കൊളായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ ഒരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ കൈ വെട്ടുന്നത് എങ്ങനെയാന്ന് ഞാൻ തുണിയിൽ കാണിച്ചു തരാം. എനിക്ക് എന്റെ കൈയുടെ ലെങ്ത്, എനിക്ക് ഇത്രയും ഉള്ള കൈ വേണം. അപ്പൊ എന്റെ കൈയുടെ ലെങ്ത് ഞാൻ നോക്കുക. അപ്പൊ ലെങ്ത് ഞാൻ 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 13 പ്ലസ് 1.5 തയ്യൽ തുമ്പ്. ഞാൻ എന്റെ കൈയുടെ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യുവാണ്. ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അളവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൈകൾ വെട്ടാവുന്നേ ഉള്ളൂ. ഇങ്ങനെ വന്നിട്ട് കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമുക്കൊരു കർവില് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. നമുക്കത് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. അളവൊന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല. ഒരു കർവ്, ഈ ഒരു ഭാഗത്ത് ഒരു കർവ് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇവിടെ വരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ.
അതിന് വെട്ടിയെടുക്കുക എങ്ങനെയാണ് കാണിച്ചത്. കറക്റ്റ് ആയിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയാൽ മതി. അത് നിങ്ങൾക്ക് പറ്റും. അത് ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ അത് കറക്റ്റ് കിട്ടും. ഇത് അപ്പൊ ഇങ്ങനെ കൈ ഓക്കെ ആയി. അപ്പൊ കഴുത്ത് വെട്ടുന്ന എങ്ങനെയാണ്. ഇപ്പൊ ഇതൊരു ക്യാൻവാസ് നമ്മൾ എടുത്തു. ഇനി ക്യാൻവാസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കാരണം ഇത് വലിയ ക്യാൻവാസ്, ഈ ക്യാൻവാസ് ഇട്ട് നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് വെട്ടൽ കൺഫ്യൂഷൻ വരും. ഇപ്പം നമ്മളൊരു ക്യാൻവാസ് എടുത്തു. ഇനി ക്യാൻവാസ് നമ്മൾ 2ആക്കി ഫോൾഡ് ചെയ്യാൻ പോവുക. രണ്ടാക്കി ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ ചുരിദാറിൻ്റെ ഇതപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്ത് ഇങ്ങനെ വരും. നമ്മുടെ ചുരിദാറാണ് ഇപ്പോൾ ഇത്. ചുരിദാറിൻ്റെ കഴുത്ത് ഇങ്ങനെ വരും. ഇവിടെ ആം ഹോൾ വരും. ഇത് ഷോൾഡർ, ഇവിടെ ആം ഹോൾ വരും. അപ്പോൾ നമ്മൾ ചുരിദാറിനെ ഇങ്ങനെ മടക്കുമ്പോൾ എന്താവും, നമ്മുടെ കഴുത്ത് ഇവിടെ അല്ലേ വരിക, പകുതി ആവൂലേ. അപ്പോൾ നമുക്ക് ചുരിദാറിന് ഇങ്ങനെ ഇട്ട് തുണി ഇട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാൻ പോവാണ്. കഴുത്തിൻ്റെ അകലം, എൻ്റെ കഴുത്തിൻ്റെ അകലം കഴുത്തകലം 8.5 ഇഞ്ചാണ്. ശരിക്കും കഴുത്തകലം 9 ഇഞ്ചാണ് എൻ്റെ ചുരിദാറിൻ്റെ കഴുത്തകലം. അതായത് ഈ ചുരിദാറിൻ്റെ ഈ കഴുത്തകലം വരുന്നത് 9 ഇഞ്ചാണ് വരുന്നത്. പക്ഷെ ഞാനത് തുണിയിലേക്ക് കഴുത്ത് വെട്ടുമ്പോൾ 9 എടുക്കരുത്, 1/2 ഇഞ്ച് കുറച്ച് എടുക്കാവുള്ളൂ. അപ്പോൾ 8.5 ഇഞ്ചാണ് എൻ്റെ കഴുത്തിൻ്റെ അകലം. ഈ ടേപ്പിന് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ 2ആക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ക്യാൻവാസിലേക്ക് ഇങ്ങനെ വെക്കുക. ക്യാൻവാസിലേക്ക് വെച്ചിട്ട് അകലം ഇവിടെ 8.5 എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം എന്തായി, നമ്മുടെ കഴുത്തിൻ്റെ അകലം കിട്ടി. ഇനി ഇറക്കം, എൻ്റെ 4.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം. അതായത് ഈ ചുരിദാറാണ് നമ്മൾ അളവെടുത്തത്. ഈ കഴുത്തിൻ്റെ ഈ ഇറക്കം വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതിന് ഇറക്കം 4.5 ഇഞ്ച്. അപ്പോൾ എനിക്ക് 4.5 ഇഞ്ചാണ് എൻ്റെ ചുരിദാറിൻ്റെ കഴുത്തിറക്കം. പക്ഷെ ഞാൻ തയ്ക്കുന്നത് ബോട്ട് നെക്കാണ്, അതുകൊണ്ട് എനിക്ക് 4.5 ഇഞ്ച് വേണ്ട. അപ്പോൾ എനിക്ക് 3 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ 3 ഇഞ്ച് കഴുത്തിറക്കം അടയാളപ്പെടുത്തുകയാണ് ഇവിടെ. ഇതാണ് 3 ഇഞ്ച്, ഇവിടെയാണ് 3 ഇഞ്ച് വരുന്നത്. ഇവിടെ 3 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ്. അതായത് ഈ കഴുത്ത് നമ്മൾ ഈ 3 ഇഞ്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചുരിദാറിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമാണ് ഇത് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം ജോയിൻ ചെയ്ത് പോകും. ഇനി മടക്കി അടിക്കുമല്ലോ നമ്മൾ ചുരിദാറിന്, ഇങ്ങനെ ജോയിൻ ചെയ്യുമല്ലോ ഇവിടെ. അപ്പോൾ ഇത്രയും ഭാഗം 1/2 ഇഞ്ചോളം നമ്മൾ ജോയിൻ ചെയ്യാൻ പോകും മുകളിൽ. അപ്പോൾ മുകളിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ 3 ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 + 3 1/2 മാർക്ക് ചെയ്യണം. 3.5 മാർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ വീതിയും കിട്ടി, നീളവും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ യോജിപ്പിക്കുക. ഇതിങ്ങനെ യോജിപ്പിച്ചൊരു ബോക്സ് ആക്കുക. ഇനി നമ്മൾ കഴുത്ത് വെട്ടാൻ പോവാണ് കേട്ടോ. ഈ കഴുത്ത് വെട്ടുന്നത് എങ്ങനെയാണ്, എനിക്ക് ബോട്ട് നെക്ക്, അത് ഫ്രണ്ട് നെക്കാണ്, ഫ്രണ്ട് കഴുത്താണ്. പിന്നെ ബോട്ട് നെക്ക് എനിക്ക് വേണ്ടത്. പിന്നെ ബോട്ട് നെക്ക് നമ്മൾ ഓൾറെഡി എടുത്ത അകലത്തിനെ ഒരു ബോക്സ് ആക്കി. കറക്റ്റ് അളവ് എടുക്കണേ. ഇനി ബോട്ട് നെക്ക് വെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ഇങ്ങനെ വന്നിട്ട് ഈ മൂലയില്ലേ, ഈ 2 വരകളും കൂട്ടി ജോയിൻ്റ് ആവുന്ന ഈ കോർണറിൽ നമ്മൾ ഈ ചോക്കും കൊണ്ട് ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുക്കുക. കർവ്, ഒരു ബോട്ടിൻ്റെ ഷേപ്പ്, വള്ളത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കണ്ടില്ല, വള്ളത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വള്ളത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതായത് വള്ളത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമുക്കൊരു കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ബോട്ടിനൊക്കെ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഈ കർവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കർവ് വരയ്ക്കും. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് അകലത്തിൽ ഒരു 1.5 ഇഞ്ച് എടുക്കാം. ഈ കഴുത്ത് നമ്മൾ വെട്ടിയെടുത്തുനിന്ന് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് 2 ഇഞ്ച് മാറ്റി നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. കാരണം അത്
ഈ 1.5 ഇഞ്ച് അകലത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു അതേപോലെ താഴത്തേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെട്ടിയെടുക്കാൻ പോകും. അപ്പോൾ നമ്മുടെ കഴുത്തായി. ഇനി നമ്മൾ ഈ അടിയിൽ വെച്ച് വെട്ടിയെടുക്കണം. ഇതേപോലെ തന്നെ ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ. ഇത് ഫ്രണ്ട് നെക്ക് കിട്ടി നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് കിട്ടി. ഇതാണ് ഫ്രണ്ട് കഴുത്ത് കിട്ടി. ഇനി നമ്മൾ ഇതേപോലെ ബാക്ക് കഴുത്തും വെട്ടാൻ പോകും. അതേ നീളത്തിൽ ഒരു ക്യാൻവാസ് എടുക്കുക. നമ്മളിത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. 2ആക്കി ഫോൾഡ് ചെയ്തിട്ട് കഴുത്തിൻ്റെ അകലം നമുക്ക് സെയിം ഇത് മതിയല്ലോ. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അകലം സെയിം ഇത് വെച്ചിട്ട് ഈ ഫ്രണ്ടിൻ്റെ തന്നെ വെച്ചിട്ട് കഴുത്തിൻ്റെ അകലം നമുക്ക് മാർക്ക് ചെയ്യാം. കഴുത്തിൻ്റെ അകലം ഇതാണ്. കഴുത്തിൻ്റെ അകലം നമുക്ക് മാർക്ക് ചെയ്തു. കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ ഇറക്കം. ബാക്കിൽ സിബ്ബ വെക്കുന്നത്. അതുകൊണ്ട് കഴുത്തിൻ്റെ ബാക്കിൽ ഇറക്കം ഒരു 2 ഇഞ്ച് ഇറക്കാം. കാരണം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. പിന്നെ ബാക്കിയുള്ള അകലമാണ് കഴുത്തിൻ്റെ ബാക്കിൽ കഴുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് കഴുത്ത് താഴേക്ക് ഇറക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഇവിടെയും ഇതേപോലെ തന്നെ ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാക്ക് കഴുത്തുമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ കർവിനെ കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ എന്നിട്ട് നമുക്ക് ഈ ഇതേ അളവിൽ ഇതങ്ങ് താഴേക്ക് ഒരു 1.5 ഇഞ്ചിന് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ട് വെട്ടിയെടുക്കാം. ഇപ്പം നമുക്ക് ബാക്ക് കഴുത്തും കിട്ടി, ഫ്രണ്ട് കഴുത്തും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഒരു തുണിയിലേക്ക്, ഇത് ക്യാൻവാസ് ആണല്ലോ, ക്യാൻവാസ് നിങ്ങൾക്ക് കാണേണ്ടത് ഇതൊരു ഗ്ലേസിങ് ഉള്ള ഭാഗം ക്യാൻവാസിൻ്റെ ഇവിടെയാണ് പശയുള്ളത്. അപ്പോൾ നമ്മൾ ഇത് തുണിയാണെങ്കിൽ ഈ ഗ്ലേസിങ് ഉള്ള ഭാഗം ഈ തുണിയിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്തിട്ട് തുണിയിലേക്ക് ഇത് അയൺ ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഇത് അങ്ങനെ ചെയ്തെടുത്തതാണ് നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് ഈ തുണിയിലേക്ക് ഈ ക്യാൻവാസിൻ്റെ ഈ പശയുള്ള ഭാഗം തുണിയിലേക്ക് കമിഴ്ത്തിയിട്ട് നമ്മൾ അയൺ ചെയ്യുക. അയൺ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ക്യാൻവാസ് തുണിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഇനി നമുക്ക് ആവശ്യം ഇതാണ്. ഇത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും അങ്ങനെ ചെയ്തെടുത്തതാണിത്. ഇത് ഞാൻ വീഡിയോ എടുത്തു, പക്ഷെ അത് വീഡിയോയിൽ വോയിസ് റെക്കോർഡായില്ല. അതുകൊണ്ട് രണ്ടാമതും വെട്ടി കാണിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി. ഇത് സംഭവം ഇത്രയും വെട്ടി നമ്മളിത് തുണിയിലേക്ക് ക്യാൻവാസ് വെച്ച് പശയുള്ള ഭാഗം തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുത്താണിത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ തുണിയിലേക്ക് വെച്ച് തയ്ക്കുന്നത് എന്നുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വരുമ്പോൾ നമുക്ക് അതിൽ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ വെട്ടി തുണിയിലേക്ക് അയൺ ചെയ്ത് വെച്ച കഴുത്ത് എങ്ങനെയാണ് നമ്മൾ ഫാബ്രിക്കിൽ വെച്ച് അടിക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി പാർട്ട് 3 ആയിട്ട് ആ വീഡിയോ ഇടാം കേട്ടോ.